ബേക്കൺ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ് കേക്ക് ബ്രൗണിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം പറയാതിരിക്കാൻ വയ്യ. ബ്രൗണിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ബീറ്ററൊന്നും വേണ്ട, നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി സമ്മാനത്തിൻ്റെ കാര്യം പറയാം. 15K സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് ഞാൻ 4 പേർക്കാണ് സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ കുറേ പേർക്ക് സമ്മാനം കൊടുത്ത്, അതുകൊണ്ടാണ് ഇത്രയും നീട്ടി നമ്മൾ സമ്മാനം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പേർക്ക് ഈ ഒരു ഗിഫ്റ്റാണ് കൊടുക്കുന്നത്, പിന്നെ 2 പേർക്ക് ഐസിങ് സ്റ്റാൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഒരു സമ്മാനം ഏറ്റവും അർഹതപ്പെട്ടവർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം ഇതെല്ലാം പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഇത് വാങ്ങിക്കാൻ ഒട്ടും പറ്റാത്തവർ കമൻറ്റ് ചെയ്യുക. അവർക്കാണ് ഈ ഒരു സമ്മാനം ഏറ്റവും കിട്ടാൻ അർഹതയുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബ്രൗണി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 60 ഗ്രാം ബട്ടറും 60 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ഒന്നെടുത്ത് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചാണ് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ അലിഞ്ഞ് വരണം കേട്ടോ പഞ്ചസാര. അപ്പോൾ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് നേരത്തെ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ബട്ടറും ആ ചോക്ലേറ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദ മാവും 1/4 കപ്പ് കൊക്കോ പൗഡറും 1 നുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനവിടെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഞാനവിടെ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ ഒരു ബ്രൗണിയുടെ കൂട്ട് തയ്യാറാക്കി എടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ചായ കപ്പ്, പേപ്പർ കപ്പാണ് കേട്ടോ. അതിൻ്റെ അകത്ത് വെച്ചാണ് ഞാൻ എടുക്കുന്നത്. കാരണം അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കൂട്ട് ഒഴിക്കുമ്പോൾ അതങ്ങ് വിരിഞ്ഞു പോകും. നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് വെച്ച് കൊടുത്ത ശേഷം നമ്മളിതിനെ ബേക്ക് ചെയ്തെടുക്കണേണ്. അപ്പോൾ ബേക്ക് ചെയ്തെടുത്ത സമയം 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 150 ഡിഗ്രിയിൽ ഞാൻ ഇവിടെ 30 മിനിറ്റാണ് കേട്ടോ. 25 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ നോക്കണം, അതല്ലെങ്കിൽ 5 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് ചൂട് നിയന്ത്രിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയാണ്.